അപ്പോൾ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് കുറച്ച് പരിപാടികൾ ഇന്നുമുണ്ട്. നല്ല സണ്ണി ഡേ ആണ്. അപ്പോൾ ഞാൻ വിചാരിക്കുന്നു കുറച്ച് വീട്ടിലെ കാര്യങ്ങളൊക്കെ കുറച്ച് ഒരു മെയിൻ്റനൻസ് പരിപാടിയൊക്കെ ചെയ്യാമെന്ന് വിചാരിക്കുന്നു. കഴിഞ്ഞ ഒരു 6 months ഇവിടെ നല്ല വിൻ്റർ ആയിരുന്നു. അപ്പോൾ ആ ടൈമിൽ നമുക്ക് ബാക്ക് യാർഡിലേക്ക് ഇറങ്ങി അതിൻ്റെ മെയിൻ്റനൻസോ അല്ലെങ്കിൽ പുല്ല് കട്ട് ചെയ്യുകയോ ഒക്കെ നല്ല ബുദ്ധിമുട്ടായിരുന്നു. അതുകൊണ്ട് അങ്ങനെ ചെയ്യാറില്ലായിരുന്നു. കഴിഞ്ഞൊരു 4 months ആയിട്ട് നമ്മൾ ചെയ്യാറില്ല. കാരണം അത് ചെയ്ത് കഴിഞ്ഞാൽ എന്നും ഈ മഴയും കാര്യങ്ങളും ആയിരിക്കും, എപ്പോഴും വെറ്റായിരിക്കും. അപ്പോൾ അതിൽ കൂടി നമ്മൾ ഈ പുല്ല് കട്ട് ചെയ്യുന്ന മെഷീൻ എടുത്ത് ഓടിച്ചു കഴിഞ്ഞാൽ അത് ഇന്ന് കറണ്ടിൽ പ്രവർത്തിക്കുന്നതല്ല. അതുകൊണ്ട് നമ്മൾ ചെയ്യാറില്ല, വയറൊക്കെ ഉള്ളതല്ല. അപ്പോൾ ഉള്ളു വെറ്റായിരിക്കുമ്പോൾ അത് ചെയ്യുന്ന അത്രയും സേഫ് അല്ല. അപ്പോൾ വിചാരിക്കുന്ന ഇന്ന് ഗ്രാസൊക്കെ ഒന്ന് കട്ട് ചെയ്യാം, അങ്ങനത്തെ കുറച്ച് പരിപാടികളൊക്കെ ചെയ്യാം, നമ്മുടെ ഗാർഡൻ ഒന്ന് മെയിൻ്റനൻസ് ചെയ്യാം എന്നാണ് വിചാരിക്കുന്നത്. കുറേ കാലമായി അങ്ങോട്ട് തിരിഞ്ഞു നോക്കിയിട്ട്. പറയുമ്പോൾ വീടിൻ്റെ ഒരു പാർട്ടാണ് സ്റ്റിൽ. നമ്മൾ ആഗ്രഹിച്ച് ഒരു ബാക്ക് യാർഡൊക്കെ വേണമെന്ന് കരുതിയെടുത്തൊരു വീടാണ്. പക്ഷെ വിൻ്റർ വരുമ്പോൾ ഇതൊക്കെയാണ് പ്രശ്നം, നമുക്ക് ചെയ്യാനൊന്നും പറ്റാറില്ല. അപ്പോൾ എനിവേ നമുക്ക് എന്തായാലും ഇന്ന് അതിൻ്റെ കുറച്ച് കാര്യങ്ങളൊക്കെ ചെയ്യാം. അപ്പോൾ എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ എന്തായാലും ഗ്രാസ് കട്ട് ചെയ്യുന്ന പരിപാടി തുടങ്ങാം. ഇന്നെന്തായാലും ബാക്ക് യാർഡ് ഒന്ന് കുട്ടപ്പനാക്കി എടുക്കണം. എന്താടാ? ഇതാണ് നമ്മുടെ ഗ്രാസ് കട്ട് ചെയ്യുന്ന മെഷീൻ. കുറേ ആയി ഇത് എടുത്തിട്ട് ഒന്ന് പൊടി തട്ടി എടുക്കണം. കഴിഞ്ഞ 4 മാസമായിട്ട് ഇളകിങ്ങോ ഇത് എടുക്കുന്നേ ഇല്ലായിരുന്നു. അപ്പൊ ഇത് എടുക്കണം ഫസ്റ്റ് അല്ലേ? എടുത്തില്ല അല്ലേ? എടുക്കണ്ടേ ഇത്? ഓക്കെ. വണ്ടി എടുക്കട്ടെ. അപ്പൊ ഈ ഗ്രാസ് ഒന്ന് കാണിച്ചു കൊടുക്കട്ടെ. ഇത് കണ്ടില്ലേ, ഈ ഹൈറ്റിൽ ഇപ്പൊ ഗ്രാസ് നിക്കുന്ന കണ്ടാ? ഈ ടയറിന്റെ അത്രയുണ്ട് ആന്ന് അല്ലേ? പിന്നെ കട്ട് ചെയ്തെടുക്കണം അല്ലേ? പിന്നെ സ്മോൾ ആക്കണം. അതിനു മുന്നേ അപ്പൊ അങ്ങനെയല്ല, അത് ഫസ്റ്റ് എന്ത് ചെയ്യണം? അഴിക്കണം അല്ലേ? എന്നിട്ടേ അത് ചെയ്യാൻ പറ്റുള്ളൂ അല്ലേ? അഴിച്ചിട്ട് ഇങ്ങനെ അഴിച്ചിട്ട് മാത്രമേ കട്ടാവുള്ളൂ അല്ലേ? ഇത് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെ നമ്മൾ കെട്ടി വെക്കണം. പിന്നെ അല്ലെങ്കിൽ ചീത്തയായി പോവില്ലേ കേട്ടോ? ഗ്രാസ് നോക്കാം. പക്ഷെ ഗ്രാസിന്റെ ഇത് കണക്ട് ചെയ്യണ്ടേ നമുക്ക്? ലോൺ മോവർ കണക്ട് ചെയ്യണമെങ്കിൽ ഇത് ഇതാക്കണ്ടേ? ശരിയല്ലേ? സോറി ഡിയർ. ഓക്കെ, ബാക്ക്വേർഡ്സ് പൊക്കോളൂ. എത്തിയാ? ഓക്കെ, മതിയില്ലേ? ഇനി ഇത് ഇവിടെ ഇത് കുത്തണം. ഇതൊക്കെ ഈ വിൻഡോയിൽ കൂടെ ഇടാടാ. ഇതുണ്ടോ ഈ വിൻഡോയിന്റെ ഇതുവഴി നമുക്ക് പുറത്തേക്ക് ഇടാം. വയറില്ലേ, ഈ വയറ്. ഓക്കെ, അപ്പൊ കാണിച്ചു തരാം.
ഫസ്റ്റ് ഇതിവിടെ വെച്ചിട്ട് ഇനി അത് കുത്തിക്കോളുവോ? അത് കുത്തിക്കോളുവോ? നോക്കി കുത്തണേ. എങ്ങനെ കുത്തണേ? അത് വേണ്ട, അതെല്ലാണ്ട് കുത്തിക്കോ. ഞാൻ താപ കാണിച്ചു തരാം. ഇവിടെ ഉള്ളിൽ കൂടെ എടുത്തിട്ട് കുത്തി സ്വാ. കട്ട് ചെയ്തോ? ലോസ് വരും. ഒന്ന് മാറ്റി വെക്കണമായിരുന്നു. അപ്പേക്ക് ഇവിടെ ഇനി അടുത്തത് ഇവിടെയൊക്കെ വരും ചെയ്യാനായിട്ട്. ചെയർ അപ്പുറത്ത് ഇട്ട് തരാം. അപ്പം കൊച്ചു അവിടെ ഇരുന്നോ. ചെയറില്ലേ അപ്പുറത്ത് ഇട്ട് തരാം, അവിടെ ഇരുന്നോ. ഓക്കെ, ഗുഡ്. ഇവിടെ ഇരുന്നോ കേട്ടോ. അവിടെ ഇരുന്നോ. അപ്പൊ ചെയ്യട്ടെ. എന്തോ അതൊക്കെ കട്ട് ചെയ്യണം നമുക്കിടാ. നവ് ചെയ്യണം കേട്ടോ. നമുക്ക് ഗാർഡൻ സൂപ്പർ ആക്കണ്ടേ? ആക്കണ്ടേ? ആടാ ഭയങ്കര ചൂടാ, ഭയങ്കര ചൂട്. അപ്പോൾ ഒന്ന് മാറിയിരുന്നതാണ്. അതുകൊണ്ട് തന്നെ ഡ്രസ്സും ഒന്ന് മാറി, അതിട്ടിട്ട് ഭയങ്കരമായിട്ട് ചൂടെടുക്കുന്നു. ഇപ്പോൾ ഓക്കെ, ഒരുവിധം കഴിഞ്ഞു. ഇനി ഒന്നും കൂടെ ഒന്ന് ക്ലീനപ്പ് ആക്കാനുണ്ട്. പുല്ലുപുഴ വെട്ടി. ഇനിയിപ്പോൾ ആ പുല്ലൊക്കെ അവിടെ കുറേ കിടപ്പുണ്ട്. അപ്പോൾ അതൊക്കെ ഫുള്ളൊന്ന് ക്ലീനപ്പ് ചെയ്യണം. പിന്നെ സൈഡൊക്കെ ഒന്ന് ശരിയാക്കാനുണ്ട്. അത്രയൊക്കെയാണ് ഉള്ളത്. ഇതിപ്പോൾ ഓൾമോസ്റ്റ് ഫിനിഷായി. ഇപ്പോൾ ഇത് നമ്മൾ എടുത്തിട്ട് ഇനി ക്ലിയർ ചെയ്യുകയാണ്. ഇതിപ്പോൾ ഒരു പുല്ലുണ്ട്, നോക്കണം. ഫുള്ളായി. ബാക്കി ഇതിൻ്റെ ഉള്ളിൽ കുറച്ചും കൂടി ഉണ്ട് ഇനി. എന്താ അതും കൂടി, ഇത്രയും പുല്ലുണ്ടായിരുന്നു മൊത്തം. അപ്പം അതും കൂടി ഒന്ന് ഇനി ഡിസ്പോസ് ചെയ്യട്ടെ. ഓക്കെ, കുറേ നാളായിട്ട് ഉപയോഗമില്ലാതിരുന്നൊരു സാധനം ഇപ്പോൾ എടുക്കാൻ പോവാണ്. കണ്ടോ, ഇതും തന്നെ ഒരു 6 മാസത്തോളം ഇതിൻ്റെ ഉപയോഗം ഉണ്ടായിട്ടില്ല. എത്ര നാൾ കഴിഞ്ഞിട്ടാണ് ഇത് എടുക്കുന്നത്. ഇപ്പോൾ എന്തായാലും നല്ല വെയിലുണ്ട്. ഇപ്പോൾ ഇന്നലെ വാഷ് ചെയ്ത തുണിയൊക്കെ വെയിലത്ത് കിടന്ന് ഉണങ്ങുന്ന ഒരു നല്ലൊരു ഇതല്ലേ. ഈ ഡ്രയറിൽ ഉണങ്ങുന്നതിലും കുറച്ചും കൂടി
നല്ലത് എപ്പോഴും വെയിലത്താണ്. കാരണം നല്ല വെയിലും ഉണ്ട്. അപ്പോൾ ആ ക്ലോത്ത്സൊക്കെ നമുക്ക് പുറത്ത് വിരിച്ചു. അപ്പം ഇത്രയും പുല്ലാണ് കട്ട് ചെയ്തിട്ട് കിട്ടിയത്. അങ്ങനെ കഴിഞ്ഞു, ഫിനിഷ്. ഇത് കട്ട് ചെയ്ത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നൊക്കെ പറയുന്ന നമുക്ക് എപ്പോഴും വരുന്നൊരു കാര്യമല്ല അത്. ആക്ച്വലി നമ്മളിപ്പോൾ ഒരു വർഷം എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ചിലപ്പോൾ അതിൽ 6 മാസം, വിൻ്റർ കഴിഞ്ഞിട്ടൊരു 6 മാസം നമുക്ക് ആക്ച്വലി 6 മാസം വരുന്നില്ല, 6 months വരുന്നില്ല ഇത് മെയിൻറ്റെയിൻ ചെയ്യുക എന്നുള്ളത് ഗാർഡൻ. കാരണം വിൻ്ററിൽ എന്തായാലും ചെയ്യുന്നില്ല. പിന്നെ വരുന്ന സമ്മർ ടൈമാണ്, അപ്പോഴാണ് നമ്മൾ ശരിക്കും ബാക്ക് യാർഡൊക്കെ യൂട്ടിലൈസ് ചെയ്യുന്നത്. അപ്പം ഞങ്ങളൊരു വീടിങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന സമയത്ത് തന്നെ ഞങ്ങൾക്കൊരാഗ്രഹം ഉണ്ടായിരുന്നു ബാക്ക് യാർഡ് വേണം എന്നൊരു കോൺസെപ്റ്റ്. നമുക്കത് എപ്പോഴും യൂസ്ഫുൾ ആവുന്നില്ലെങ്കിൽ പോലും, നമുക്ക് സമ്മർ ഒരു 4 months ഒക്കെ യൂസ് ആവുന്നുള്ളൂ എങ്കിൽ പോലും ശരിക്കും അതൊരു വെർത്താണ്. കാരണം ഒരു ഫാമിലി, ഇപ്പോൾ ഒരു കുഞ്ഞൊക്കെ ഉണ്ട് എന്നുണ്ടെങ്കിൽ എസ്പെഷ്യലി അവർക്ക് ഓടിക്കളിക്കാനും നമുക്ക് അവരോട് കളിക്കാനും, വിൻ്ററും ഭൂരിഭാഗം സമയം വീടിൻ്റെ അകത്ത് തന്നെയല്ലേ. അപ്പം അങ്ങനെയുള്ള സാഹചര്യങ്ങളിലൊക്കെ ഭയങ്കര യൂസ്ഫുള്ളായ ഒരു കാര്യമാണ്. നമ്മുടെ ഫാമിലി ടൈം കൂടുതൽ സ്പെൻഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ ബാക്ക് യാർഡ് യൂസ് ചെയ്യാൻ പറ്റും. അത്രയും വെർത്താണ്. പറയുമ്പോൾ മിക്കവരും അത് ബാക്ക് യാർഡ് സജസ്റ്റ് ചെയ്യാറില്ല, പക്ഷേ ഞാൻ ശരിക്കും സജസ്റ്റ് ചെയ്യുന്നു ഒരു ഗാർഡൻ. കാര്യം നമ്മൾ നാട്ടിലെ പോലെ നമുക്ക് മിറ്റോ കാര്യങ്ങളോ അങ്ങനെയൊന്നും വരുന്നില്ലല്ലോ. ഇവിടുത്തെ ഒരു ജിയോഗ്രഫി തന്നെ ഡിഫറെൻ്റാണ്. കാര്യങ്ങൾ ഇപ്പോൾ വീടെടുക്കുമ്പോൾ കാര്യങ്ങൾ ഡിഫറെൻ്റാണ്. അപ്പോൾ അങ്ങനെയൊക്കെ വരുമ്പോൾ നമുക്ക് ഒരു ബാക്ക് യാർഡ് എന്നൊരു കോൺസെപ്റ്റ് ഉണ്ടെങ്കിൽ അത് നല്ലതായിരിക്കും എന്നാണ് പേഴ്സണലി എനിക്ക് തോന്നിയിട്ടുള്ളത്. എസ്പെഷ്യലി ഒരു ഫാമിലിയൊക്കെ ഉണ്ടെങ്കിൽ അത് വളരെ യൂസ്ഫുൾ ആയിരിക്കും. ഇതൊക്കെങ്ങോ ബാക്ക് യാർഡ് നമ്മൾ കളിക്കാൻ ഇഷ്ടമാണ് കൊച്ചിനെ, ബോളൊക്കെ തട്ടിയില്ലേ? കളിക്കണ്ടേ നമുക്ക്? കളിക്കാം. നമുക്ക് ഈ വലുതായി റോസൊക്കെ അങ്ങ് കട്ട് ചെയ്ത് കളയാം, എങ്കിൽ സമ്മറിൽ നല്ല രീതിയിൽ അത് വളരുള്ളൂ. ഓക്കെ, കിട്ടി 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 കിട്ടി.